നാളെ പുലർന്നാൽ എൻ്റെ പിറന്നാളാണ്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളിലൊന്ന്. ഈ ഭൂമിയിൽ പിറന്ന് വളരാനും ഈ മണ്ണിൽ ചവിട്ടി നടക്കാനും ഇവിടെ വിരിഞ്ഞ പൂക്കളെയും പൂമ്പാറ്റകളെയും കാണാനും കഴിഞ്ഞതിൻ്റെ സന്തോഷം. പുഴയിൽ കുളിക്കാനും ഉദയാസ്തമയങ്ങൾ അനുഭവിക്കാനും ഒരുപാട് നല്ല മനുഷ്യരുമായി ഇടപഴകാനും കലകൾ ആസ്വദിക്കാനും കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം. ഒപ്പം ദുഃഖവുമുണ്ട്. നാളെ പുലരുമ്പോൾ ഈ സുന്ദരമായ ഭൂമിയിൽ എനിക്ക് അനുവദിച്ചതിൽ 1 വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു. ദൂരം കുറഞ്ഞു വരികയാണ്. ഈ പിറന്നാൾ തലേന്ന് എനിക്ക് എന്നിലേക്ക് മാത്രമേ നോക്കാനുള്ളൂ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സന്തോഷത്തെക്കാളും അത്ഭുതത്തെക്കാളുമെല്ലാം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നത് നന്ദിയാണ്. ആരോടൊക്കെയോ ഉള്ള നന്ദി, എന്തിനോടൊക്കെയോ ഉള്ള നന്ദി. പറഞ്ഞാൽ തീരാത്തത്ര, കൊടുത്താൽ തീരാത്തത്ര. കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ അസാധാരണമായ സാഹചര്യങ്ങളൊന്നുമില്ലാതെ ജനിച്ച എനിക്ക് ഇത്രയൊക്കെ തന്നത് ആരാണ്? സൗഹൃദമാണ് എന്നും എൻ്റെ ജീവിതത്തിന്റെ രഥം മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. അവയിൽ ചിലത് സ്വാഭാവികമായതും ഉപാധികളില്ലാത്തതുമായ സൗഹൃദങ്ങളാണ്. ഒന്നും നേടാൻ വേണ്ടിയല്ല അവർ എന്നെ സ്നേഹിക്കുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ എൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഒറ്റയടിപ്പാതകളിലൂടെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ എനിക്ക് ധൈര്യം തരുന്നത് അവരാണ്. അഥവാ ഞാൻ വീണുപോയാലും അവരുടെ കൈകളിലേക്കായിരിക്കും. അവരുണ്ടാകും എഴുന്നേൽപ്പിച്ചു നിർത്താൻ. ആ സുഹൃത്തുക്കൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അവർക്ക് വേണ്ടി ഈ ജന്മം മാത്രമേ എനിക്ക് പണയം വയ്ക്കാനുള്ളൂ. ജോലിയുടെ ഭാഗമായി എന്തെല്ലാം ഭാവങ്ങളെ ഞാൻ ഇതിലേക്ക് സ്വീകരിച്ചു. അവ നൽകിയ സഹനങ്ങൾ ഞാൻ ആരോടും പങ്കുവച്ചിട്ടില്ല. കാരണം അത് ഞാൻ മാത്രം അനുഭവിക്കേണ്ടതാണ്. ഏതെല്ലാം ദേശങ്ങൾ, ഭക്ഷണങ്ങൾ, അത്യധ്വാനങ്ങൾ എല്ലാം കഴിഞ്ഞും എല്ലാം സഹിച്ചും എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ശരീരം എന്ന അത്ഭുതം, മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അതിനോട് ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. ആയുർവേദം പറയുന്നത് മനുഷ്യന്റെ എല്ലാം പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മധാതുക്കളുടെ ഭാഗമാണ് എന്നാണ്. അങ്ങനെയാവുമ്പോൾ എന്നെ നിലനിർത്തുന്നത് പ്രപഞ്ചമാണ്. അതിന്റെ പകലുകളും രാവുകളും ഋതുക്കളും കാറ്റുകളും കാഴ്ചകളുമാണ്. അവയെ ഓർക്കാതെ എങ്ങനെയാണ് ഒരു ജന്മദിനം മുറിച്ച് കടന്ന് മുന്നോട്ട് പോവുക? സർവപ്രപഞ്ചത്തിനും സ്വസ്തി. ഇനിയും ചിലരുണ്ട്, അവർക്ക് നന്ദി പറഞ്ഞാൽ അവർ പരിഭവിക്കും. അവരുടെ കാര്യത്തിൽ നന്ദി എന്ന വാക്കിലും അപ്പുറം വലുതായ വികാരമാണ് എൻ്റെ ഉള്ളിൽ. അത് പ്രകടിപ്പിക്കാൻ എൻ്റെ പദകോശങ്ങളിൽ പദങ്ങളില്ല. അവരെ ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുന്നു. അവിടെ കാതമർത്തിയാൽ അവർക്ക് കേൾക്കാം എൻ്റെ ഉള്ളവും അവരോടുള്ള ഭാവത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ ഉൾക്കടലിരമ്പവും. നന്ദി എന്നതാണ് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ട ഗുണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി എന്നതൊരു വാക്കല്ല, അതൊരവസ്ഥയാണ്. ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന് അവയുടെ കൂടെ സഹായത്താലാണ് നാം നിലനിൽക്കുന്നത്. ആ ബോധമാണ്, ആ അവസ്ഥയാണ് നമ്മെ നന്ദിയിലേക്ക് എത്തിക്കുന്നത്. ഉള്ളിൽ ഈ പ്രപഞ്ചത്തോടൊക്കെയും നന്ദി നിറയുമ്പോൾ നാം ഫലങ്ങൾ നിറഞ്ഞൊരു വൃക്ഷത്തെ പോലെ കുനിഞ്ഞു പോകുന്നു. അങ്ങനെ കുനിഞ്ഞ് മണ്ണിലേക്ക് നോക്കി നടക്കുമ്പോൾ കാണാം നമുക്ക് മുമ്പേ നടന്നുപോയ മഹാന്മാരുടെയും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന കാലത്തിന്റെയും കാൽപ്പാടുകൾ. അപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, അവയ്ക്ക് മുന്നിൽ ഞാൻ ആര്? ഏത് നിമിഷവും ചതഞ്ഞു പോകാവുന്ന പുൽക്കൊടി. പ്രിയപ്പെട്ടവരെ, തന്നതിനെല്ലാം നന്ദി, തരാത്തതിനും, പറഞ്ഞ വാക്കുകൾക്ക് നന്ദി, പറയാത്തതിനും, ഒപ്പം നടന്നതിന് നന്ദി, ഉപേക്ഷിക്കാത്തതിനും. സ്നേഹപൂർവ്വം